വളരെ വിശാലമായ വിഷയമാണ്. നോട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലേ? നിങ്ങൾക്ക് ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ എം.ആർ. അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ സംശയിച്ചു. എനിക്ക് ഫീൽ ചെയ്തതാണ്. ബോംബെ അധോലോകത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നു. ഇതിപ്പോൾ ലോകം മുഴുവൻ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോകണമെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. അതിൽ അട്രാക്ട് ചെയ്യണം. അതിൽ അട്രാക്ട് ചെയ്തവനാണ് ഈ എം.ആർ. അജിത് കുമാർ. അജിത് കുമാറിന്റെ ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥൻ. എന്തിനാ? ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നു, എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. സൈബർ സെല്ലിൽ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല. സൈബർ സെല്ലിൽ പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി എന്താണെന്ന് അറിയാനാണ്. അപ്പൊ അതിൽ ചെറിയൊരു വിശ്വാസക്കുറവ് വന്നു. ആർക്ക്? എം.ആർ. അജിത് കുമാർ. അത് കൈകാര്യം ചെയ്യുന്നത് വേറൊരു ഓഫീസറാണ്, പേര് പറയുന്നില്ല. അപ്പൊ അതിലേക്ക് ആ IPS ഓഫീസറെ സൂപ്പർവൈസ് ചെയ്യാനും ആ കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യാനും കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ല. ഇയാൾക്ക് ചായ ഉണ്ടായി കൊടുക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്കും റിപ്പോർട്ട് കൊടുക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ശമ്പളം കൊടുക്കുന്ന ഒരു ഓഫീസറെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുക. പുള്ളി വലിയ പുള്ളിയാട്ടോ, ഇപ്പൊ ഇരുത്തിയിരിക്കുന്ന പുള്ളി. സരിത കേസില് ഈ പറയുന്ന റിപ്പോർട്ടില് വലിയ പരാമർശം ഉണ്ടായിട്ടില്ല. നല്ല സാധുവായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള IPSകാരനാണ്. ഇപ്പൊ ഈ സൈബർ ചോർത്തുന്ന കാര്യങ്ങൾ ഡെയിലി അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന എം.ആർ. അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. അതിനു പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാനായിട്ട് കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അത് അനങ്ങൂല. അതൊക്കെ ബോംബെ സ്റ്റൈലാണ്. മരിച്ചു. വെടി വെച്ചതാരാണ്, വെടി വെപ്പിച്ചതാരാണ് വരാൻ പോകുന്നേ ഉള്ളൂ. സുജിത് ദാസ് IPSൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു എന്നൊക്കെ അറിയോ? ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കും. അറിയില്ല. അയാൾ കസ്റ്റംസിലായിരുന്നു. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നാണ് IPS എഴുതിയിട്ട് സുജിത് ദാസ് വരുന്നത്. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം നടത്തുന്നുണ്ട്. ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ, കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. കസ്റ്റംസിലെ സെക്ഷനാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് കേസ് പഠിച്ചല്ലോ അല്ലേ സുജിത് ദാസ്? അത്ഭുതമായി. എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോഡിലിട്ട് പോലീസ് പഠിക്കുന്നല്ലേ? അങ്ങനത്തെ സംഭവം പലതും ദുബായിൽ നിന്ന് ഈ കാരിയർമാർ ക്യാരി ചെയ്ത് വരുമ്പോൾ തന്നെ അവിടുത്തെ ഒറ്റുകാരി വഴി സുജിത് ദാസിന് അതൊരു സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ആരാണ്? നിങ്ങൾ ശരിക്കും കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരാണ്. അവർ സ്കാനിങ്ങിൽ ഈ സാധനം കാണുന്നുണ്ട്. ഈ കാരിയർക്ക് ഇവരൊന്നും അറിയില്ല, ഇത് അയക്കുന്നവനും അറിയില്ല. ഒരു വിചാരിക്കും അവരുടെ ട്രാക്കിംഗ് സിസ്റ്റത്തിലാണ് രക്ഷപ്പെട്ടു പോയതാണ്. കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിക്കുന്നു. അപ്പം ഇത് കണ്ടാൽ ഇവരെ കടത്തിവിടുക. അപ്പൊ പുറത്തുനിന്ന് പോലീസിന് വിവരം.
ഇന്ന ആള് ഇന്ന കളർ കുപ്പായം ടാക്സിയിലോ വേറെ വണ്ടിയിലോ വരും. ഈ ചങ്ങാതിൻ്റെ ഒരു ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ, ഡാൻസ് സ്റ്റാഫ് അതൊക്കെ വരാൻ പോകുന്നുണ്ട്. പക്ക ക്രിമിനൽസ്. പേരെന്താ? MDMA പിടിക്കുക. പണി എന്താ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് തോന്നും എന്താണ് എന്നാ കസ്റ്റംസിനെ അവിടെ പിടിച്ചാൽ പോരെ. കസ്റ്റംസിനെ പിടിച്ചാലേ കുഴപ്പമെന്ന് അറിയാം. അവിടെ കംപ്ലീറ്റ് CCTV ഒബ്സർവേഷനിലാണ്. ഒരു ബിസ്ക്കറ്റ് എന്നെടുത്ത് മാറ്റാൻ കഴിയില്ല. അപ്പോഴോ പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. 2 പോലീസുകാർ അപ്പുറത്തൊന്ന് ചാടിക്കന്ന് വിടാന്ന് ഇവരെ കേന്ദ്രത്തേക്ക് പോവുക. അവിടെ നിന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ, കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്ത് എങ്ങനെ വെച്ചിരിക്കുന്നത്. 25 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 ബിസ്ക്കറ്റ് അവിടെ എടുക്കും. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV എന്നവർ പറയുന്നത് കേട്ടോ. 50-60% അടിച്ചു മാറ്റും, ബാക്കി കസ്റ്റംസിന് കൈമാറും. എന്നും കൊടുക്കും, കോടാനുകൂടി കൊടുക്കുന്ന സ്വർണ്ണം പിടിച്ചു. കസ്റ്റംസ് പിടിച്ചാൽ ആർക്കൊന്നും കിട്ടൂല. അപ്പോ 60-70% അടിച്ചു മാറ്റി. അതിനൊരു സെറ്റപ്പ് സുജിത്ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസ് സ്റ്റാഫും ഈ പറയുന്ന സുജിത്ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും. അജിത് കുമാറിന്റെ ഫോൺ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ്. ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ്. ആ ഫോണ് ഫോർവേഡ് ചെയ്ത് അതിന്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണിൽ. ട്രാക്ക് നോക്കിയാൽ എന്താ? MR അജിത് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആങ്ങളയോട് സംസാരിക്കും. ഒരു കുഴപ്പമില്ലല്ലോ. ആങ്ങളയുടെ അങ്ങേ തലയിലാണ് മറ്റേ ചങ്ങാതി. അപ്പോ ആ സ്ത്രീയെ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വലിച്ച് ഇറക്കാൻ ഞാൻ ഇപ്പം നിൽക്കുന്നില്ല. കാരണം അതൊരു സ്ത്രീയാണ്. എൻ്റെ ഉമ്മ 14 പ്രസൻസാണ്. എനിക്ക് 10 പെങ്ങന്മാരുണ്ട്. അവർക്ക് ഒരുപാട് മക്കളുണ്ട്. എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബ്ലഡിൽ തന്നെ 10-100 കുട്ടികൾ, സ്ത്രീകൾ എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ആവശ്യമായി വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. അന്വേഷിക്കട്ടെ, ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. ഞാൻ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ്. ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. MR അജിത് കുമാറൊക്കെ ജയിലിലേക്കാ പോകുന്ന കേസ്. സുജിത്ദാസ് പോകുന്ന സുജിത്ദാസിന്റെ വഴി സെൻട്രൽ ജയിലാണ്. ഒരു തർക്ക കാര്യത്തിലില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവനെക്കാളും വലിയ ദേശദ്രോഹിയായിരിക്കും ഈ MR അജിത് കുമാർ എന്ന എന്റെ ബോധ്യം. കഴിഞ്ഞ 8-9 മാസമായി ഇവരെ അവരെന്റെ പിന്നാലെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇവരെ പിന്നാലെ തന്നെയാണ്. ഇതുകൊണ്ടൊന്നും തീരില്ല. നല്ല പണം ഞാൻ ഇതിന് ചെലവാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എടുക്കാൻ. പോലീസിനെ സഹായിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് ഈ വിഷയത്തിൽ. അവരൊക്കെ ചിലരൊക്കെ വില കൊടുത്തിട്ട് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ അവസാനിക്കില്ല. അപ്പോ വീണ്ടും നയം വ്യക്തമാക്കുക. ജീവനുണ്ടെങ്കിൽ ഈ വിഷയമായി മുന്നോട്ട് പോകും. ഇവനെ ഒന്നും നടപടി സ്വീകരിക്കാൻ പരാതി കൊടുത്തോ അഭ്യർത്ഥിച്ചെന്നോ കാര്യം കേട്ടിട്ടുണ്ട്. ഇവനൊന്നും പരാതിയില്ല. ഇവന്റെ ജയിലിലേക്കാണ്, സെൻട്രൽ ജയിലിലേക്ക്. ഈ രീതിയിൽ ഇതിന്റെയൊക്കെ വഴിയേൽക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെ മുഖ്യമന്ത്രി ഇത് ഏറ്റെടുക്കും? നിങ്ങൾക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ഒരാൾക്ക് 29 വകുപ്പ് 4 ചായപ്പടി കൈകാര്യം ചെയ്യോ കഴിയും ഒരു വ്യക്തിക്ക്? ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. പള്ളിയുടെയും അമ്പലത്തിന്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ പോയാൽ വീഴില്ലേ? പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ അവിടെ കിണറുണ്ടെന്ന് അറിയിക്കുമോ?
അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് അറിയിക്കൂ, ആരും വീഴൂലേ? അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണർ കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയൻ അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന്, ആർക്കതിന് ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എന്റെ പ്രശ്നം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്, അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടിയിലായിട്ട് എന്റെ വീട്ടിലെ കാര്യമില്ല. ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ, അതിനാണ് അദ്ദേഹത്തിന് ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താൽ പൊന്താത്ത ലോട്ടുണ്ട്, നമുക്കറിയാലോ. അപ്പൊ ഞാൻ തുടക്കം മുതലേ പറയുന്ന വിഷയമാണ്, ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിനുശേഷവും ഈ ഇത്രയും MLA ആയിട്ട് ഈ നിമിഷം വരെ എന്റെ പിതാവിന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് ഭാരം വെക്കാനുള്ള ശ്രമം ഒരു മകനെന്ന നിലക്ക് നടണം. അത് തടുക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നത് അത് ഏത് തലത്തിലേക്ക് പോയാലും ഈ കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ സംഗതികൾ, ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ദയനീയമായ കേസന്വേഷണത്തിന്റെ പരാജയത്തിന്റെ പരാതികൾ, ഇതൊക്കെ അന്വേഷിക്കാൻ, അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹത്തിന് നിർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, what is the political secretary? He should analyze the politics, what is happening in Kerala, and he has to report to CM and the party. അയാൾ ഉത്തരവാദിത്തല്ലേ? ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ പ്രശ്നം. 32 മിനിറ്റ് ഈ പറയുന്ന സുജിത് ദാസ് സംസാരിച്ച ഒരു കോൾ റെക്കോർഡാണ് എനിക്ക് നിങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് കേൾപ്പിക്കാനുള്ളത്. ശരിക്കും നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്? അവന്റെ മരണകാരണം അതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ MDMA 2 കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാ. ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ ഈ ഫുഡിന്റെ അകത്തുകൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇതൊക്കെ നെർവ്സിലൊക്കെ ഇതൊക്കെ ഈ ധമനികൾ എടുത്തിട്ട് ഹൃദയത്തിലെത്തിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഈ നമുക്ക് പ്രവർത്തനം നടക്കും. പിന്നെ ഇവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്റെ 90% ധമനികൾ ബ്ലോക്കായിരുന്നു. പല്ല് മുഴുവൻ ദ്രവിച്ച് പോയി. അതായിരുന്നു അവന്റെ അവസ്ഥ. ഇവൻ ഈ വണ്ടി കിടന്ന് ഈ ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് മുമ്പോട്ടും പുറകോട്ടും കിടന്ന് ഇടിക്കുന്നുണ്ട്, കാര്യം കഴിയുന്നുണ്ട്. അപ്പൊ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു വിലൻസ് സ്വഭാവം ഉണ്ടല്ലോ, അതാണ് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല. ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു 4 മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് പെൻഷൻ ആയിരുന്നു എവിടെ, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനും അവര് എന്റെ ഒരു ഷഹൻഷ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ പയ്യനുണ്ട്, അവൻ 21 ബാച്ചാ. അവൻ താനൊരു SHO ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ. അവനും അന്ന് ആ തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില്? അവർക്കെല്ലാം ജാമ്യം കിട്ടി. അല്ല, എന്താണ് ചാർജ് ഷീറ്റിൽ അവര് ആ സിറ്റുവേഷൻ എന്താണ്? ചാർജ് ഷീറ്റ് ആയിട്ടില്ല, അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. ഇതിൽ ഇന്റൻഷൻ ഇല്ലല്ലോ. ഇതിൽ MDMA ഉള്ളവരെ പിടിച്ചവൻ വിരിങ്ങിയിട്ടുള്ള കാര്യം കൂടെ നിൽക്കുന്നവനും അറിയത്തില്ല, പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല. അപ്പോഴുണ്ടാകുന്ന ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു ജീവൻ പോയ എന്തായാലും ജീവൻ പോയി. അതിനിപ്പോ വേറെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല, അത് പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ട്. അത് ഇവർക്ക് ഫേവറബിൾ ആവുമല്ലോ അല്ലെ? പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശമില്ലാതെ, എന്നാൽ ആ ഒരു അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ അവര് ആയിപ്പോയി 90 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതെ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ബാക്കി നമ്മള് എന്തായാലും നോക്കണം. കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാ സംഘങ്ങളുള്ള വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്. എന്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം.
പക്ഷെ ജീവനെ ഉള്ളിടത്തോളം സമയം പറയാം. ആ പറച്ചിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്.